തർക്കമുണ്ടാവുകയാണ് അവിടെ. MLA-മാരെ പ്രോട്ടോകോളിന്റെ പേരിൽ പോലീസ് കടത്തി വെച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തർക്കം ഇപ്പോൾ നടക്കുന്നത്. DCC പ്രസിഡന്റിനെ നേരത്തെ പോലീസ് തടയാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ പറഞ്ഞോളൂ. സുർജിത്ത്, അവിടെ സംഘർഷം തുടരുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം പോലീസ് സൃഷ്ടിക്കുന്നുണ്ട്. അനാവശ്യമായ സ്ട്രിക്ട്നെസ് ആണ് കാണിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപം പൊതുവെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA ഉൾപ്പെടെ ഉള്ളവർ വൈകാരികമായി സംസാരിക്കുന്നുണ്ട് പോലീസിനോട്. കാരണം ഇവർ നേരത്തെ തന്നെ ഈ പോലീസുകാർ, ഇവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ DCC പ്രസിഡന്റിനെ പോലും, ആ ലിസ്റ്റിൽ പേരുൾപ്പെട്ട ആളെ പോലും തടയുന്ന തരത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ, അതായത് ഇവിടെ യൂണിഫോമിലല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ മോശമായ പെരുമാറ്റം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത്. അനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഇവിടേക്ക് എത്തിയപ്പോൾ അവരെ തടഞ്ഞു. DCCയുടെ KPCCയുടെ നേതാക്കളെ തടഞ്ഞു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ തടഞ്ഞു. ഇവിടുത്തെ DCC പ്രസിഡന്റാണ് പ്രശ്നം മുഴുവൻ. ഇവിടെ എന്തായാലും ഈ ആളുകളെ ഈ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലാണ്, അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ രൂപപ്പെട്ടത്. എന്തായാലും ഈ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയ നേരത്തെ എത്തിയ ഐ സി ബാലകൃഷ്ണൻ MLA-യും അതോടൊപ്പം തന്നെ ടി സിദ്ദിഖ് MLA ഇവിടെ എത്തിയ ഘട്ടത്തിൽ അവരെ പോലും തടയുന്ന അവസ്ഥയിലേക്ക് പോലീസ് മാറി. എന്താണ് പ്രശ്നം? എന്താണ് എന്തായാലും ഇവിടെ ലിസ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഇവിടെയുള്ള വിഷയത്തിന് കാരണം എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെയും ഈ കോൺഗ്രസിനകത്ത് തർക്കങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയാണെന്ന് സംശയം ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള തർക്കം തന്നെയാണ് ഉണ്ടായത്. ടി സിദ്ദിഖ് MLA-യും ഒപ്പം തന്നെ മറ്റുള്ളവർ ഐ സി ബാലകൃഷ്ണനും വളരെ വൈകാരികമായാണ് പോലീസുമായി സംസാരിച്ചത്. കാരണം ഇവർ വളരെ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. ഇവിടുത്തെ നീലഗിരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്.